മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വിദേശ രാജ്യത്ത് പോയപ്പോൾ അവിടെ ചർച്ച ചെയ്യാൻ സാധിച്ചതിൽ ഒരു പ്രധാന വിഷയം, ഹ്യൂസ്റ്റണിലെ ഒരു ഗുരുവായൂരപ്പൻ അമ്പലമുണ്ട്. ഞാൻ അടുത്ത ദിവസം ഇങ്ങോട്ട് മിനിഞ്ഞാന്ന് മടങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു പ്രഭാഷണം കൊടുത്തിരുന്നു. ആ പ്രഭാഷണത്തിൽ ഇറച്ചിയും മീനും ലിക്കറും ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു. നിർബന്ധിച്ചും വെജിറ്റേറിയൻ ആകണമെന്ന് പറഞ്ഞിരുന്നു. വളരെ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ ഒരാൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു അത്രേ, പ്രസംഗിച്ച് കയറിയിട്ട് നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും നിർദ്ദേശിക്കാൻ ഈ മനുഷ്യൻ റെഡിയായി. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച ഇറച്ചി മാറ്റിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ചോറും സാമ്പാറും ഒന്നും വെച്ചിട്ടില്ല. ഞാൻ മൈക്കിലൂടെ എൻ്റെ പ്രഭാഷണ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെജിറ്റേറിയനിസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. എല്ലാ സ്ഥലത്തും പറയുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ താമസിച്ചിരുന്ന വീട്ടിലുള്ളവർ പറയായിരുന്നു, ഇവിടെ NSS ഗ്ലോബൽ NSSന്റെ മീറ്റിങ്ങുകൾ ധാരാളം നടക്കുന്നുണ്ട്, SNDPയുടെ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്, അതുപോലെ ഇന്ത്യക്കാരുടെ മലയാളികളുടെ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. മലയാളികളുമായി ബന്ധപ്പെട്ട ധാരാളം ഹിന്ദു അഹിന്ദു സംഘടനകളുടെ നടക്കുന്നുണ്ട്. ഇതിൽ 2-3 സ്ഥലത്തെ NSSന്റെ മീറ്റിങ്ങുകളിൽ പോയപ്പോൾ എല്ലാ ഭക്ഷണ വിഭവങ്ങളും ഇറച്ചി മാത്രമായിരുന്നു. NSSന്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ മീറ്റിങ്ങിൽ ഇറച്ചി മാത്രം കൊണ്ടൊരു ഭക്ഷ്യവിഭവം, തൈര് പോലുമില്ല. വെജിറ്റേറിയൻസ് വരികയാണെങ്കിൽ ചോറ് മാത്രം പിക്കിൾസ് ചേർത്ത് കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഒരു വശത്ത് ഹൈന്ദവ ജനതയുടെയും ഹൈന്ദവ സംസ്കാരത്തിൻ്റെയും നവോത്ഥാനം അതിഗംഭീരമായിട്ട് നടക്കുമ്പോൾ തീറ്റയില് ഈ ഡെഡ് ബോഡി ചോരയും ഇറച്ചിയും തിന്നുക എന്നുള്ളത് അതിന് വേണ്ടി തന്നെ വരിക. കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ മീറ്റിംഗിൽ പോലും ചിക്കൻ ബിരിയാണി ഉണ്ടാവാൻ ഒരു ചർച്ച നടന്നതാണ്. ഭാഗ്യത്തിന് ഇൻഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യാൻ സാധിച്ച് ഈ കേരളത്തിലെ അത്രയും ഭക്ഷ്യവിഭവങ്ങളും വെജിറ്റേറിയനിസവും ഉള്ള വേറെ ലോകത്തിൽ എവിടെയാണുള്ളത്? അത് മാറ്റിവെച്ച് തിന്നാൻ വേണ്ടി, അതും ഇറച്ചിയും ചോരയും തിന്നാൻ വേണ്ടി മാത്രം നായരും ഈഴവരും എല്ലാവരും ഒരുമിച്ച് ചേരുക. എത്ര ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കാം. മക്കൾക്കതില്ലാതെ കഴിക്കാൻ പറ്റില്ലെന്നാ ചില മാതാപിതാക്കളുടെ. ആ മക്കൾക്കത് കൊടുത്ത് ശീലിപ്പിച്ചതാരാ? ഇവര് തന്നെയല്ലേ. ഒരുപക്ഷെ ചീപ്പാണെന്നും പറഞ്ഞിട്ട്, ശരീരത്തിന് നല്ലതാണെന്നും പറഞ്ഞിട്ട്, ആരോഗ്യം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞിട്ട്, ശരീരത്തെ വികസിപ്പിക്കാനായിട്ട്, നാക്കിന്റെ ടേസ്റ്റിന് പാകത്തിന് ഏതവന്റെ വീട്ടിൽ പോയാലും, ഏത് സദ്യക്ക് പോയാലും, ഏത് ഗെറ്റുഗദറിന് പോയാലും, ഏത് കല്യാണത്തിന് പോയാലും, ഏത് അസ്ഥി സഞ്ചയനത്തിന് പോയാലും, ശവമടക്കലിന് പോയാലും ഇപ്പൊ ഇറച്ചിയും ചോരയും മദ്യവുമാണ് എല്ലാത്തിൻ്റെയും ഭാഗമായിരിക്കുന്നത്. അതിനെ ആചാരത്തിന്റെ രീതിയിൽ കൂടിയാക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം പേരോട് പറയുന്നുണ്ടായിരുന്നു, ഇറച്ചിയില്ലാതെ മലയാളികൾക്ക് ഒരുമിച്ച് ചേരാൻ പറ്റാത്ത ഒരു അമേരിക്ക, ബാക്കി എല്ലാ നന്മകളും നമ്മുടെ പൈതൃകവും എല്ലാം വീടുകളിലും പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ജീവിതത്തിലും പ്രാർത്ഥനകളിലും എല്ലാം വരുമ്പോഴും ഇറച്ചിയില്ലാതെ ജീവിക്കാൻ, ഡെഡ് ബോഡി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ഇന്ന് അമേരിക്കയിലേക്ക് ഒരു ടെലിക്ലാസ് എടുത്തിരുന്നു. ആ ടെലിക്ലാസ്സിലും ഞാൻ അവരോട് പറഞ്ഞത് നിർബന്ധമായും വെജിറ്റേറിയൻ ആവണമെന്നാണ്. ഇതൊന്നും റിക്വസ്റ്റ് ഒന്നുമല്ല, ആയേ തീരൂ. ഒരു സിറിഞ്ച് കയ്യിൽ കുത്തി ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ, ബ്ലഡ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ മുഖം തിരിക്കുന്നു ആ വേദന സഹിക്കാൻ വയ്യാതെ. ഈ പന്നിയെയും ഈ പശുവിനെയും ഈ കാളയെയും ഈ കോഴിയെയും ഒക്കെ ജീവനോടെ പകുതി അറുത്തും പകുതി കൊന്നും അതനുഭവിക്കുന്ന വേദനയുടെ ശാപം ഇത് തിന്നുന്നവരുടെ തലയിലല്ലേ വരിക? മഹാരോഗങ്ങൾ കൊണ്ട് പുഴുത്ത ക്യാൻസർ എല്ലാം വന്നിട്ടും നമ്മൾ ഈ ഇറച്ചി തിന്നുന്നത് നിർത്തിയിട്ടില്ല. ലോകം തെളിയിച്ചിട്ടുണ്ട് നോൺ വെജിറ്റേറിയൻ ആണ് ലോക അനാരോഗ്യത്തിന്റെ കാരണമെന്ന്. നല്ല വെജിറ്റേറിയൻ ഭക്ഷണം എത്രയോ സേഫ് ആയിട്ടുള്ളതുണ്ട്. അത് മാറ്റിവെച്ച് ഈ ഇറച്ചിയും ചോരയും തന്നെ വേവിച്ചും വറുത്തും തിന്ന് നാക്കിന് നന്മയും ശരീരത്തിന് തിന്മയും ഉണ്ടാക്കുന്ന NSSകാരോടും SNDPക്കാരോടും എനിക്ക് പറയാനുള്ളത്, തിന്നാനായിട്ട് ഹിന്ദു സംഘടന ഉണ്ടാക്കല്ലേ.
നിങ്ങൾ ഈ ഹിന്ദു ധർമ്മം പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമായിട്ടുണ്ടാക്കും. തിന്നാനുള്ളത് വീട്ടിലുണ്ടാക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇറച്ചി കൊടുത്തിട്ട് ഒരു സംഘടന വളർത്തേണ്ട ആവശ്യമില്ല. ഗ്ലോബൽ NSS ആയാലും അല്ലെങ്കിലും അത്ഭുതം തോന്നുന്ന വിധത്തിലാണ് തീറ്റയെക്കുറിച്ചും ഇറച്ചിയെക്കുറിച്ചിട്ടും എല്ലാവരുടെയും പ്രതികരണം. അത്യാർത്തിയാണ്. ശാസ്ത്ര സമ്മേളനങ്ങളിലെല്ലാം ഈ നോൺ വെജിറ്റേറിയനും ലിക്കറും കോക്ടെയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ഒരു മണ്ണാങ്കട്ടി ശാസ്ത്രവും അതിനകത്തില്ല. എന്നാലും ശാസ്ത്ര സമ്മേളനം 5 സ്റ്റാർ ഹോട്ടലുകളിൽ ചേരുമ്പോൾ അതിൽ നിന്ന് കുറെ കൈയിട്ട് വരാനും കുറെ തിന്നാനും കുറെ മദ്യപിക്കാനും വേണ്ടിയിട്ട് ഇന്റർനാഷണൽ നാഷണൽ സയൻസ് സെമിനാറൊക്കെ നടത്തുന്ന മാതിരി ഹിന്ദു ധർമ്മത്തിന്റെ സെമിനാർ എന്തിനാ ഇങ്ങനെയൊക്കെ നടത്തുന്നത്? ഞാൻ എല്ലാ ഹിന്ദു സംഘടനകളോടും ലോകത്തിലുള്ളവരോട് പറയാം, ഒഴിവാക്കുക. ഹിന്ദു സംഘടന SNDPD ആണെങ്കിൽ നാരായണ ഗുരുദേവനും ഭാരതീയ പൈതൃകവുമായിട്ട് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാക്കാം. NSS ആണെങ്കിൽ മന്നത്ത് പത്മനാഭനും ഈ നാടിന്റെ പൈതൃകവും പഠിക്കാനും പഠിപ്പിക്കാനും, തിന്നാനും ഇറച്ചിയും അതിന്റെ പേരിൽ കുറെ മൃഗങ്ങളെ കൊല്ലാനും അതിന്റെ വേദന സഹിച്ചുള്ള ശാപവും ഈ സംഘടനയ്ക്കും അതിൽ പങ്കെടുക്കുന്നവർക്കും വരാതിരിക്കട്ടെ. പ്രണാമം, നമസ്കാരം.